സ്ത്രീകളുടെ സാമൂഹികവും സാമ്പത്തികവുമായ ശാക്തീകരണത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു സുപ്രധാന ചുവടുവയ്പ്പാണ് സർക്കാർ പുതിയതായി തയ്യാറാക്കിയ പ്രിയദർശിനി സൗജന്യ ബസ് യാത്രാ പദ്ധതി. സ്ത്രീകളുടെ യാത്രാ സ്വാതന്ത്ര്യം ഉറപ്പുവരുത്തുന്നതിനൊപ്പം അവരുടെ ദൈനംദിന ജീവിത ചെലവുകളിൽ വലിയൊരു ഇളവ് നൽകാനും ഈ പദ്ധതിക്ക് സാധിക്കുന്നുണ്ട്. ജോലിക്ക് പോകുന്നവരും വിദ്യാർത്ഥികളും സാധാരണക്കാരുമായ ലക്ഷക്കണക്കിന് സ്ത്രീകൾക്ക് ഈ പദ്ധതി വലിയൊരു കൈത്താങ്ങാണ്. ദിവസേന യാത്ര ചെയ്യുന്ന ഒരു സ്ത്രീക്ക് ഈ പദ്ധതിയിലൂടെ മാസം ഏകദേശം 2000 മുതൽ 3000 രൂപ വരെ യാത്രാ ചെലവ് ഇനത്തിൽ മാത്രം ലാഭിക്കാൻ സാധിക്കുമെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു. ഒരു സാധാരണ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു തുകയാണ്. എന്നാൽ ഈ പദ്ധതിയുടെ യഥാർത്ഥ വിജയം അടങ്ങിയിരിക്കുന്നത് സ്ത്രീകൾ ഈ ആനുകൂല്യത്തെ എങ്ങനെ വിനിയോഗിക്കുന്നു എന്നതിലാണ്. സൗജന്യ യാത്രയിലൂടെ കയ്യിൽ ബാക്കിയാകുന്ന പണം കൃത്യമായ പ്ലാനിംഗ് ഇല്ലാതെ കൈകാര്യം ചെയ്താൽ അത് മറ്റ് അനാവശ്യ നിസ്സാര കാര്യങ്ങൾക്കായി എളുപ്പത്തിൽ ചെലവായി പോകാൻ സാധ്യതയുണ്ട്. പണം കയ്യിൽ വരുമ്പോൾ ഉണ്ടാകുന്ന താൽക്കാലിക സന്തോഷങ്ങൾക്കപ്പുറം ഈ തുക കൃത്യമായി മിച്ചം വെക്കാനും ഭാവിയിലേക്ക് നിക്ഷേപിക്കാനും സാധിച്ചാൽ മാത്രമേ പ്രിയദർശിനി പദ്ധതി ലക്ഷ്യം വെക്കുന്ന സാമ്പത്തിക സ്വാതന്ത്ര്യം സ്ത്രീ ഭവനങ്ങളിൽ യാഥാർത്ഥ്യമാകൂ. അതുകൊണ്ട് തന്നെ ഈ പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുക അനാവശ്യമായി പാഴാക്കാതെ ബുദ്ധിപൂർവ്വം എങ്ങനെ സമ്പാദിക്കാമെന്ന് ഓരോ സ്ത്രീയും ഗൗരവമായി ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെക്കുറിച്ച് പേഴ്സണൽ ഫിനാൻസ് എക്സ്പേർട്ട് നിഖിൽ ഗോപാലകൃഷ്ണൻ സംസാരിക്കുന്നു. ഇപ്പോൾ നമുക്ക് സ്ത്രീകളൊക്കെ യാത്ര ചെയ്യുമ്പോൾ 100 രൂപ ഒരു ദിവസം സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഏകദേശം ഒരു 22 ദിവസമെങ്കിലും ഇവർക്ക് ട്രാവൽ ഉണ്ടാവും. ഇപ്പോൾ മൺഡേ ടു ഫ്രൈഡേ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ തന്നെ 5 ദിവസം ഒരു ദിവസം ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈവൻ 6 ദിവസം വർക്ക് ചെയ്യണമെങ്കിൽ അത്രയും കൂടുതൽ പൈസ സേവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു 2000 രൂപ തുടങ്ങിയിട്ട് 3000 രൂപ വരെയൊക്കെ ഈസി ആയിട്ട് ഈ സേവിങ് നടക്കും. അപ്പോൾ ഇത് തന്നെ പലപ്പോഴും നമ്മൾ പറ്റിപ്പോണ കാര്യം വെച്ചാൽ ഈ സേവ് ചെയ്യണ പൈസ എടുത്തിട്ട് വേറെ സ്പെൻഡ് ചെയ്യാനായിരിക്കും പലരും പോണത്. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടൊക്കെ ഭയങ്കര നല്ലൊരു ഇനീഷ്യേറ്റീവാണ് നമ്മുടെ കേരളത്തിൽ 25 വർഷമായിട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും കുറച്ച് പൈസയൊക്കെ പലരും സേവ് ചെയ്യുന്നുണ്ട്. ഈവൻ അങ്ങോട്ടും ഇങ്ങോട്ട് കടം കൊടുക്കുന്നുണ്ട്. ആ കടം കൊടുക്കണ പോലും നമ്മൾ ഒരു പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കേണ്ട അടുത്ത സ്പെൻഡിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഈ സേവിങ്സും ഈ ഒരു 2000 രൂപയൊക്കെ സേവിങ്സ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ഒരു പോസ്റ്റ് ഓഫീസിലൊക്കെ RD ആയിട്ട് തുടങ്ങാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ SIP ആയിട്ടൊക്കെ തുടങ്ങാം. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൽ SIP ഒക്കെ ആയിട്ട് തുടങ്ങണമെങ്കിൽ അതും പെട്ടെന്നൊന്നും പൈസ എടുക്കരുത്. 5 കൊല്ലം 6 കൊല്ലം അല്ലെങ്കിൽ 10 കൊല്ലമോ കണ്ടിട്ട് തന്നെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 2000 രൂപ തന്നെ ഒരു 12% റിട്ടേണിലൊക്കെ ചെയ്യണമെങ്കിൽ 5 കൊല്ലം കൊണ്ട് തന്നെ ഏകദേശം അത് തന്നെ ഒരു 1,70,70,000 രൂപയ്ക്ക് അടുത്ത് വളരും. ഇനി അതല്ല ഇത് തന്നെ ഒരു 10 വർഷമോ കണ്ടിന്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ 2000 രൂപ തന്നെ സേവ് ചെയ്യണത് ഏകദേശം ഒരു 4-5 ലക്ഷം രൂപയ്ക്കായിട്ട് പൈസ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൽ തന്നെ പലപ്പോഴും നമ്മൾ കാണാത്തൊരു കാര്യമുണ്ട്. എല്ലാ വർഷവും നമ്മുടെ ഇത്തിരീശ ശമ്പളത്തിൽ വർധന ഉണ്ടാവും. അതേപോലെ തന്നെ ഒരു ബസ് ചാർജിലും വർധന ഉണ്ടാവും. അപ്പോൾ ആ 2000 രൂപ അടയ്ക്കണത് തന്നെ എല്ലാ വർഷവും കൂടുമ്പോൾ ഒരു 10% വെച്ചിട്ട് അതിലും കൂട്ടിയൊക്കെ അടയ്ക്കണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സമ്പാദിക്കാനായിട്ട് പറ്റും. പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇനീഷ്യേറ്റീവ് ഉണ്ടാകുന്ന ടൈമിൽ അത് ഒരു അടുത്ത സാധനങ്ങൾ വാങ്ങാനും കൺസപ്ഷനും ആയിരിക്കും പലപ്പോഴും ആളുകൾ ഉപയോഗിക്കുന്നത്. പക്ഷേ അതിന് പകരം അതിലൊരു 10% 20% പേര് മാറ്റി ചിന്തിച്ചിട്ട് ആ പൈസ കൂട്ടി വയ്ക്കാനും അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ആംഗിളിലേക്ക് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ കുറച്ചും കൂടി നല്ലൊരു ഗുണമുണ്ടാവും. അത് ചിലപ്പോൾ കുട്ടികളുടെ ഫീസ് അടയ്ക്കാനോ അല്ലാന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ ഒരു റിട്ടയർമെന്റ് ടൈമിൽ ഒരു കുറച്ചും കൂടി പൈസ കയ്യിൽ ഉണ്ടാക്കിയെടുക്കാനോ ഇവർക്ക് ഉപകാരപ്രദമാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചുരുക്കത്തിൽ പ്രിയദർശിനി പദ്ധതിയിലൂടെ ലഭിക്കുന്ന സൗജന്യ യാത്ര കേവലം ഒരു യാത്രാ ആനുകൂല്യം മാത്രമല്ല, മറിച്ച് സ്ത്രീകളുടെ സാമ്പത്തിക ഭദ്രതയും സ്വയം പര്യാപ്തതയും ഉറപ്പാക്കാനുള്ള അപൂർവമായ ഒരു അവസരമാണ്. ദിവസേനയുള്ള ചെറിയ ലാഭങ്ങൾ ഒരു വലിയ തുകയായി മാറ്റാൻ സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് കൃത്യമായ സാമ്പത്തിക അച്ചടക്കം പാലിക്കാൻ സ്ത്രീകൾ തയ്യാറാകണം. പോസ്റ്റ് ഓഫീസ് RD, KSFE ചിട്ടികൾ, സ്റ്റോക്ക്, മ്യൂച്വൽ ഫണ്ട് തുടങ്ങിയ സമ്പാദ്യ പദ്ധതികളിലൂടെ ഈ തുക മാറ്റിവെക്കുന്നത് വഴി ഒരു വലിയ സാമ്പത്തിക ബാധ്യത വരുമ്പോൾ മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വന്തം കാലിൽ നിൽക്കാൻ സ്ത്രീകൾക്ക് സാധിക്കും. ഒരു സ്ത്രീ സാമ്പത്തികമായി സുരക്ഷിതയാകുമ്പോൾ അത് ആ കുടുംബത്തിന്റെ ആകെ സുരക്ഷിതത്വമായി മാറുന്നു. അതുകൊണ്ട് തന്നെ സർക്കാർ നൽകുന്ന ഈ വലിയ അവസരത്തെ അതീവ ജാഗ്രതയോടെയും ഉത്തരവാദിത്തോടെയും നാം വിനിയോഗിക്കണം. ഇന്ന് നാം മിച്ചം വെക്കുന്ന ഓരോ ചെറിയ തുകയും നാളത്തെ നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിനോ അടിയന്തര ചികിത്സയ്ക്കോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾക്കോ ഉള്ള വലിയൊരു കരുതലായി മാറും. യാത്രാ ചെലവ് ഇല്ലാതായതിലൂടെ കൈവന്ന ഈ അധിക വരുമാനം കൃത്യമായി നിക്ഷേപിച്ച് സാമ്പത്തിക സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലുള്ള മികച്ചൊരു ആയുധമാക്കി മാറ്റാൻ എല്ലാ സ്ത്രീകളും മുന്നോട്ട് വരണം. നാളത്തെ സുരക്ഷിതമായ ഭാവിക്കായി ഇന്നേ സമ്പാദിച്ചു തുടങ്ങാം.